Hi students. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൊല്യൂഷൻസുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് അല്ലേ, അതുപോലെ സൊല്യൂഷൻ്റെ മറ്റ് പ്രോപ്പർട്ടീസുകൾ, ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് സൊല്യൂഷൻസിനെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസുകളുടെ ഹോമോജീനിയസ് മിക്സറാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ, അല്ലെങ്കിൽ എഥനോൾ ഡിസോൾഡ് ഇൻ വാട്ടർ. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, ഉപ്പ് അല്ലെ, കോമൺ സോൾട്ട്. When common salt dissolves in water, it forms homogeneous mixture. എന്താണ് ഹോമോജീനിയസ് മിക്സർ എന്ന് ചോദിച്ചാൽ, ഈ മിക്സറിൽ രണ്ട് കമ്പോണൻസ്, ഈ മിക്സറിൽ എല്ലായിടത്തും അതിൻ്റെ കോമ്പോസിഷൻ യൂണിഫോം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത്, ഈ ചെറിയൊരു ഭാഗത്ത് 75% സോഡിയം ക്ലോറൈഡും ആൻഡ് 25% വാട്ടറും ആണെങ്കിൽ, എങ്ങനെയാണോ അതെങ്ങനെയോ ആവാം, അത് നമ്മൾ മിക്സ് ചെയ്യുന്ന അളവ് അനുസരിച്ചിരിക്കും. എത്രയാണോ ആ അളവ് തന്നെയായിരിക്കും ഈ മിക്സറിൽ എല്ലായിടത്തും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ പേരാണ് ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോളിഡ് സബ്സ്റ്റൻസ് ആണ്, വാട്ടർ ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മിക്സിബിൾ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സോല്യുബിൾ ആയതുകൊണ്ട് ഇവിടെ ഒരു ഫേസേ കാണത്തുള്ളൂ, അത് ലിക്വിഡ് ഫേസ് ആണ്. അപ്പോൾ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഹോമോജീനിയസ് മിക്സറാണ്, അതിലാണ് രണ്ട് കാര്യങ്ങൾ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇവിടെ ത്രൂ ഔട്ട് ഇതിൽ കോമ്പോസിഷൻ യൂണിഫോം ആയിരിക്കും. രണ്ടാമതായിട്ട് ഇതിൽ ഒരൊറ്റ ഫേസേ കാണത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷൻസ് ഡെയിലി ലൈഫിൽ കാണുന്ന, അല്ലേ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട സൊല്യൂഷൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് ഡ്രിങ്കിങ് വാട്ടർ. ഇപ്പം നമ്മൾ കുടിവെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം അത് യഥാർത്ഥത്തിലൊരു സൊല്യൂഷനാണ്. അതിനകത്ത് വാട്ടർ കൂടാതെ അതിനകത്ത് ഡിസോൾഡ് സോൾട്ട്സ് ഉണ്ടാവും, ചെറിയ അളവിൽ ഡിസോൾഡ് സോൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സൊല്യൂഷൻ തന്നെയാണ്. ഇനി രണ്ടാമത്തെ, എയർ അറൗണ്ട് അസ്, നമുക്ക് ചുറ്റുമുള്ള എയർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സറൗണ്ട് ചെയ്യുന്ന എയർ, അതിനകത്ത് മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. പിന്നെ ട്രേസസ് ഓഫ് അതർ ഗ്യാസസും ഉണ്ടാവും. ഇനി മൂന്നാമത് വന്നിട്ട് ബ്ലഡാണ്. നമ്മുടെ ബോഡിയിൽ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് പ്ലാസ്മ, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് തുടങ്ങിയ കമ്പോണൻസ് ബ്ലഡിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലഡ് ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഇനി നാലാമത്തത് ഞാൻ പറഞ്ഞിരിക്കുന്നത് അലോയ്സ് ആണ്. അപ്പോൾ അലോയ്സിന് എക്സാമ്പിൾ ബ്രാസ്, ബ്രോൺസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിന്നെ ഓർണമെൻറ്റ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗോൾഡ്. അത് പ്യുവർ ഗോൾഡ് അല്ല, ഓർണമെൻറ്റ് മേക്കിംഗ് ഉപയോഗിക്കുന്ന പ്യുവർ ഗോൾഡ് അല്ല. ഇതെല്ലാം സൊല്യൂഷൻസിന്, ഡെയിലി ലൈഫിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാണ്. ഡ്രിങ്കിങ് വാട്ടർ അതൊരു സൊല്യൂഷനാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. എയർ അറൗണ്ട് അസ് അതൊരു സൊല്യൂഷനാണ്, പക്ഷെ ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ബ്ലഡ് അതൊരു ലിക്വിഡ് സൊല്യൂഷനാണ്. അലോയ്സ്, അല്ലേ, അതൊരു സോളിഡ് സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് ലിക്വിഡ് സൊല്യൂഷൻസുകളെ കുറിച്ചാണ്. ഓക്കെ, സോളിഡ് സൊല്യൂഷനും ഗേഷ്യസ് സൊല്യൂഷനും ഉണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലിക്വിഡ് സൊല്യൂഷനിലായിരിക്കും. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഞാൻ പറയുമ്പോൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കമ്പോണൻസ്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസുകളുടെ എണ്ണം. ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ മിനിമം 2 കമ്പോണൻറ്റ് വേണമെന്ന് പറഞ്ഞു. 2 കമ്പോണൻറ്റ് മാത്രമുള്ള സൊല്യൂഷൻസുകൾ വിളിക്കുന്നവരാണ് ബൈനറി സൊല്യൂഷൻ. ദ സൊല്യൂഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 കമ്പോണൻസ് ആർ കോൾഡ് ബൈനറി സൊല്യൂഷൻ. ഇനി രണ്ടാമത് ടെർണറി സൊല്യൂഷൻ, അതായത് ഒരു സൊല്യൂഷനകത്ത് 3 കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, 2 കമ്പോണൻറ്റ് 3 കമ്പോണൻറ്റുകളാണ്, ദാറ്റ് സൊല്യൂഷൻ ഈസ് കോൾഡ് എ ടെർണറി സൊല്യൂഷൻ. ആൻഡ് 4 കമ്പോണൻറ്റുള്ള സൊല്യൂഷൻസുകൾ വിളിക്കുന്ന പേരാണ് ക്വാർണറി സൊല്യൂഷൻസ്. അപ്പോൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കമ്പോണൻസ് ബൈനറി, ടെർണറി, ക്വാർണറി എക്സെട്ര. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത് ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ബൈനറി സൊല്യൂഷൻ ആകുമ്പോൾ 2 കമ്പോണൻ്റ് ഉള്ളത്. ഏതൊക്കെയാണ് ആ കമ്പോണൻറ്റ്സ്? നമ്മൾ പേര് വിടും, സോൾവെൻ്റ് എന്നും ആൻഡ് സൊല്യൂട്ട് എന്നും. ഇപ്പോൾ ബൈനറി സൊല്യൂഷൻസിലെ 2 കമ്പോണൻസ് ആണ് സോൾവെൻറ്റും സൊല്യൂട്ടും. ഈ സോൾവെൻ്റ് എന്ന് പറയുന്നത് ഈ സൊല്യൂഷൻസിന് കമ്പാരിറ്റീവ്ലി ലാർജ് ക്വാണ്ടിറ്റി
ഓക്കെ, ലാർജ് പ്രൊപ്പോർഷൻ കാണപ്പെടുന്ന കമ്പോണന്റ് വിളിക്കുന്ന പേരാണ് സോൾവെന്റ്, വിച്ച് മേ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. ഇത് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആയിരിക്കാം. ഇനി സൊല്യൂട്ട് എന്ന് പറയുന്നത് അവൻ ആൾ കുറച്ചേ ഉള്ളൂ, സ്മോൾ ക്വാണ്ടിറ്റിയാണ് അതിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ആൻഡ് ഇതും സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. പക്ഷേ ഇവൻ ആൾ കുറച്ചേ ഉള്ളെങ്കിൽ ഇതാണ് അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കമ്പോണന്റ് തന്നെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സോൾവെന്റും സൊല്യൂട്ടും സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഒക്കെ ആകാം. പക്ഷെ ഇവർ മിക്സ് ചെയ്തുണ്ടാകുന്ന സൊല്യൂഷൻ അത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെന്റ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ച എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 3 തരത്തിൽപ്പെട്ട സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് സോളിഡ് സൊല്യൂഷൻ, 2 ലിക്വിഡ് സൊല്യൂഷൻ, 3 ഗേഷ്യസ് സൊല്യൂഷൻ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് ഗേഷ്യസ് സൊല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ഇനി സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ സോളിഡ് സൊല്യൂഷൻ 3 ടൈപ്പ് ഉണ്ട്. അതായത് സൊല്യൂട്ടും സോൾവെന്റിന്റെയും കോമ്പിനേഷൻ അനുസരിച്ച് അവിടെ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് വരും. ഏതൊക്കെയാണ്? സോളിഡ് ഇൻ സോളിഡ്, സോളിഡ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ സോളിഡ് സോൾവെന്റ്, രണ്ടും സോളിഡ് ആണ്. സോ മറ്റൊരെണ്ണം ലിക്വിഡ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ സോളിഡ് സോൾവെന്റ് ആൻഡ് ഗേഷ്യസ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ സോളിഡ് സോൾവെന്റ്. ഇങ്ങനെ 3 തരത്തിൽപ്പെട്ട സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. ഓരോന്നിനും എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോളിഡ് ഇൻ സോളിഡ് ചുരുക്കി അങ്ങനെ പറയും. സോളിഡ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്, ഗ്യാസ് ഇൻ സോളിഡ്, അതായത് സൊല്യൂട്ട് ഇൻ സോൾവെന്റ്, സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ്. ആ ഫോർമാറ്റിൽ നമ്മൾ പറയേണ്ടത്. സോളിഡ് ഇൻ സോളിഡ് എക്സാമ്പിൾ കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്. ഇപ്പം നമുക്കറിയാം കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്. ഈ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓർണമെന്റ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗോൾഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പ്യുവർ ഗോൾഡ് അല്ല, അതിൽ ഒരു സർട്ടൻ % ഓഫ് കോപ്പർ അതിനകത്ത് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ലിക്വിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. മെർക്കുറി എന്ന് പറയുന്നത് മെർക്കുറി ഈസ് എ മെറ്റൽ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ അതും സോഡിയം ആയിട്ടുള്ള ഒരു അലോയ്, യഥാർത്ഥത്തിൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സോളിഡ് സൊല്യൂഷൻ. ഏത് കാറ്റഗറി വരുന്ന? ലിക്വിഡ് ഇൻ സോളിഡ് കാറ്റഗറി വരുന്ന സോളിഡ് സൊല്യൂഷൻ ആണ്. തേർഡ് വൺ ഈസ് ഗ്യാസ് ഇൻ സോളിഡ്. അപ്പോൾ ഗ്യാസ് ഇൻ സോളിഡ് നമ്മൾ ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ പലേഡിയോ, പ്ലാറ്റിനോ. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രോജിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രജൻ ഇൻ നിക്കൽ, ഹൈഡ്രജൻ ഇൻ പലേഡിയം, ഹൈഡ്രജൻ ഇൻ പ്ലാറ്റിനോ എന്നൊക്കെ. സോ അവിടെ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോളിഡ് സൊല്യൂഷൻ. ഏത് കാറ്റഗറി? ഗ്യാസ് ഇൻ സോളിഡ്. ഇനി ലിക്വിഡ് സൊല്യൂഷനിലേക്ക് പോകണമെങ്കിൽ അവിടെയും ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. സോളിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ്. ഓരോന്നിന് എക്സാമ്പിൾ നോക്കാം. സോളിഡ് in liquid, that is glucose is a solid solute which is dissolved in water, solvent അല്ലേ. ആൻഡ് ലിക്വിഡ് ഇൻ ലിക്വിഡ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ് എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അതുപോലെ ഗ്യാസ് ഇൻ ലിക്വിഡ് ആകുമ്പോൾ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെല്ലാം ഓക്സിജൻ ഗ്യാസ്, അല്ലെങ്കിൽ ലേക്കിൽ അല്ലെ കിണറ്റിലേക്ക് വെള്ളത്തിൽ ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലിക്വിഡ് സൊല്യൂഷൻ. ഇനി മൂന്നാമത്തെ ഗേഷ്യസ് സൊല്യൂഷൻ ആണ്. അതും 3 ടൈപ്സ് ഉണ്ട്. സോളിഡ് ഇൻ ഗ്യാസ് ഉണ്ട്. സോളിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ കാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. ലിക്വിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ. ആൻഡ് ഗ്യാസ് ഇൻ ഗ്യാസ് എന്ന് പറയുന്നത് മിക്സർ ഓഫ് O2 ആൻഡ് N2. ഇത് ഏത് 2 നോൺ റിയാക്റ്റീവ് ഗ്യാസ് എടുത്താലും ഇതിന് എക്സാമ്പിളായി മാറുന്നതായിരിക്കും. ഇനി മറ്റൊന്ന് ഇതിന് പ്രത്യേക കാര്യം നോക്കേണ്ടത്, കമ്പോണൻസ് ഓഫ് ദ സൊല്യൂഷൻ ഷുഡ് നോട്ട് റിയാക്ട് ഈച്ച് അതർ. ഒരു സൊല്യൂഷനിലെ കമ്പോണൻസ് കെമിക്കലി പരസ്പരം റിയാക്ട് ചെയ്യാൻ പാടില്ല. അതായത് റിയാക്ട് ചെയ്ത ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാവാൻ പാടില്ലെന്ന്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദിസ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പം 3 കാറ്റഗറിയിലായിട്ട് നമുക്ക് 9 സൊല്യൂഷൻസ് ഉണ്ടാവും. മെയിൻ കാറ്റഗറി 3 സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, ഗേഷ്യസ് സൊല്യൂഷൻ. അതിലായിട്ട് ഈച്ച് ഫർദർ ക്ലാസിഫൈഡ് ഇൻ 3 ടൈപ്സ്. അങ്ങനെ നമുക്ക് 9 സൊല്യൂഷൻസ് ഉണ്ടാവും. ഇതിന്റെ എക്സാമ്പിൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്
സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്താണെന്നാണ്. രണ്ടിൻ്റെ അർത്ഥമൊന്നുമില്ല. സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ എന്നോ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം. ഇറ്റ്സ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അതായത് സൊല്യൂഷനകത്ത് പ്രസന്റ് ആയിരിക്കുന്ന അളവ് കുറഞ്ഞ കമ്പോണൻ്റ് ആണ് സൊല്യൂട്ട്. ഇറ്റ്സ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ യൂണിറ്റ് സൊല്യൂഷൻ ഓർ യൂണിറ്റ് സോൾവെന്റ്. അതായത് യൂണിറ്റ് സോൾവെന്റ്, ഒരു യൂണിറ്റ് സോൾവെന്റ്, അതൊരു ഗ്രാമോ ഒരു കിലോഗ്രാമോ അല്ലെങ്കിൽ ഒരു ലിറ്ററോ വട്ടവർ ബി, യൂണിറ്റ് സോൾവെന്റ് അല്ലെങ്കിൽ യൂണിറ്റ് സൊല്യൂഷൻസിന് നമ്മൾ പറയും. രണ്ടിലും പറയും, യൂണിറ്റ് സോൾവെന്റും പറയും, യൂണിറ്റ് സൊല്യൂഷനും ചില മെത്തേഡുകൾ പറയാറുണ്ട്. അതിൽ പ്രസന്റ് ആയിരിക്കുന്ന സൊല്യൂട്ടിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്നത്. ഇനി സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് വേരിയസ് മെത്തേഡ്സ്, ഇപ്പോൾ 8 എണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഒഴുകുന്നതല്ല, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സിലബസ് കവർ ചെയ്യുന്ന ആ ടോപ്പിക്ക് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, മാസ് പെർസെൻറ്റേജിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം, വോള്യൂം പെർസെൻറ്റേജിൽ പറയാൻ പറ്റും. ഇനി മാസ് പെർസെൻറ്റേജും വോള്യൂം പെർസെൻറ്റേജും കഴിഞ്ഞ് മൂന്നാമത് മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജിൽ പറയാൻ പറ്റും. ആദ്യം നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഓരോന്നും ഇൻഡിവിജ്വലി എന്താണെന്ന് നോക്കാം. മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജ് പാർട്സ് പെർ മില്യൺ, ചുരുക്കി നമുക്ക് ppm എന്ന് പറയാം. അടുത്തത് മോൾ ഫ്രാക്ഷൻ, ഇത് കൈ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൈ എക്സ് പോലെ ഇരിക്കും, മോൾ ഫ്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് മൊളാരിറ്റി, അത് ക്യാപിറ്റൽ എന്ന് ഡിനോട്ട് ചെയ്യും, അങ്ങനെ പറയാം. അല്ലെങ്കിൽ മൊളാലിറ്റി സ്മോളർ, അതിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഞാൻ പറഞ്ഞിരിക്കുന്ന നോർമാലിറ്റി. അപ്പോൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഇത്രയും മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടോപ്പിക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഓരോ മെത്തേഡിൻ്റെയും ഡെഫിനേഷനും പഠിക്കണം, ഒരു എക്സാമ്പിളും പഠിക്കണം, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും പഠിക്കണം. ഓക്കെ, അങ്ങനെ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റൂ. ഈ ടോപ്പിക്കിന് ന്യൂമറിക്കൽസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ NCERT ബാക്സഡ് എക്സസൈസ് നോക്കുകയാണെങ്കിൽ ഒരു 10-35 ക്വസ്റ്റ്യൻ ഉള്ളതിനകത്ത് ഒരു 28-29 ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസ് ആയിരിക്കും. സോ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് കോൺസെൻട്രേഷൻ. ഇത് ഈ ഒരു ചാപ്റ്ററിൽ ഒതുങ്ങുന്നതല്ല, മറ്റു പല ചാപ്റ്ററിൽ നമുക്ക് വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ലിസ്റ്റ് പഠിക്കുക. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ആദ്യത്തെ കേസ് നമുക്ക് മാസ് പെർസെൻറ്റേജിനെ നമുക്ക് W/W എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് റെപ്രസെൻറ്റ് മാസ് ഓഫ് എ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ. 100 gram സൊല്യൂഷൻ, നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ഉൾപ്പെടുന്നതാണ്. സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ഉൾപ്പെടെ 100 gram ഉണ്ട്. അതിൽ എത്ര പാർട്ട് സൊല്യൂട്ട് ഉണ്ട്, അല്ലെ എത്ര പാർട്ട് എത്ര ഗ്രാം സോൾവെന്റ് ഉണ്ട്, ഇതാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർമുല എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ കമ്പോണന്റ്, അത് സൊല്യൂട്ട് ആവാം സോൾവെന്റ് ആവാം, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ദ ഹോൾ ഇൻറ്റു 100. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം, 20% W/W KI സൊല്യൂഷൻ, അതല്ലെങ്കിൽ 20% KI സൊല്യൂഷൻ ബൈ മാസ്, അങ്ങനെയും പറയാം. ഒന്നുകിൽ 20% W/W KI സൊല്യൂഷൻ എന്നോ അല്ലെങ്കിൽ 20% KI സൊല്യൂഷൻ ബൈ മാസ് എന്നോ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇതിന്റെ അർത്ഥം 20 gram of KI is dissolved in 100 gram of solution, or 20 gram of KI is dissolved in 80 gram of water. 80 gram of water രണ്ടും കൂടെ ചേർന്ന് 100 gram of solution ആകണം. അപ്പൊ 20 gram KIയും 80 gram വാട്ടറും കൂടെ ചേർന്ന് 100 gram സൊല്യൂഷനായി മാറും. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റേ കാണും, 20% KI സൊല്യൂഷൻ ബൈ മാസ് ഓർ 20% W/W KI സൊല്യൂഷൻ എന്ന് അവർ പറയും. നമ്മൾ അവിടെ മാസ് ഓഫ് KI 20 gram എന്നും മാസ് ഓഫ് വാട്ടർ 80 gram എന്ന് അസ്യൂം ചെയ്തോണം. മാസ് ഓഫ് സൊല്യൂഷൻ ആകട്ടെ 100 gram വരും. അറിയോ? ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ വോളിയം പെർസെൻറ്റേജ് ഇതുപോലെ തന്നെയാണ്, മാസിന്റെ സ്ഥാനത്ത് നമ്മൾ വോളിയം ഉപയോഗിക്കുന്നു, അത്രയുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ V/V എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്തത്. ഇറ്റ് റെപ്രസെന്റ് ദ വോളിയം ഓഫ് ദ കമ്പോണന്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, മാസിന്റെ സ്ഥാനത്ത് വോളിയം വന്നതേ ഉള്ളൂ. ബാക്കി റെസ്റ്റ് ഓഫ് ദ തിങ്സ് സെയിം ആണ്.
ഓക്കെ, അപ്പോൾ ഈ മാസ് പെർസെൻറ്റേജ് ആയാലും വോളിയം പെർസെൻറ്റേജ് ആയാലും ഓക്കെ, ഇവിടെ ഓർക്കേണ്ട പോയിന്റ്, നിങ്ങൾക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് പറയാം, മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെന്റ് പറയാം. ഇനി ഇത് രണ്ടിന്റെയും കൂടെ സമ്മ്, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മാസ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ വോളിയം പെർസെൻറ്റേജിന്റെ സം എപ്പോഴും 100 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കമ്പോണന്റിന്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പോകണ്ട, ഒരു കമ്പോണന്റ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചത് 100ൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്താൽ മതിയാകും. അറിയോ? ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ടേം ആണ്, അതായത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. നേരത്തെ നമ്മൾ മാസ് ബൈ മാസ് പറഞ്ഞു, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് പറഞ്ഞു. നൗ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പം മാസ് ന്യൂമറേറ്ററിൽ വരും, വോളിയം ഡിനോമിനേറ്ററിൽ വരും. അതാണ് വ്യത്യാസം. W by V എന്ന് റെപ്രസെന്റ് ചെയ്യാം. It represents the mass of a solute in grams present in 100 ml of solution. That is mass by volume percent of a solute എന്നാണ് പറയുന്നത്. സൊല്യൂട്ടിന്റെ പേരിലാണ് പറയുന്നത്. Mass of the solute in gram divided by volume of the solution in ml into 100. For example, 20% W by V glucose solution എന്ന് പറഞ്ഞാൽ 20 gram of glucose is dissolved in 100 ml of solution. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. 20 gram of glucose is dissolved in 100 ml of solution. അതാണ് 20% W by V glucose solution എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ വളരെ തീരെ കോൺസെൻട്രേഷൻ കുറഞ്ഞ കേസുകളിൽ അപ്ലൈ ചെയ്തൊരു കോൺസെൻട്രേഷൻ മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ, PPM എന്ന് ചുരുക്കി പറയും. PPM is equal to mass of the component divided by mass of the solution the whole into 10 raised to 6. ഇത് മാസ് തന്നെ വേണമെന്നില്ല. അപ്പം മാസിന് പകരം നിങ്ങൾക്ക് വോള്യൂം എടുക്കാം, അല്ലെങ്കിൽ മാസ് ബൈ വോള്യൂം കൺസിഡർ ചെയ്യാം. ഈ മൂന്ന് കേസിൽ പാർട്സ് പെർ മില്യൺ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് മാസ് ഓഫ് ദ കമ്പോണന്റ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 10 raised to 6 എന്ന് പറയാം. മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 10 raised to 6 അങ്ങനെ പറയാം. അല്ലെങ്കിൽ വോള്യൂം ഓഫ് ദ കമ്പോണന്റ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 അങ്ങനെയും PPM നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ 500 ppm ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ, അതായത് പെർ മില്യൺ ഓഫ് സൊല്യൂഷനാണ്. ഒരു സൊല്യൂഷനെ ഒരു മില്യൺ ആക്കി ഡിവൈഡ് ചെയ്താൽ അതിൽ 500 പാർട്ടിൽ, ആ മില്യണിലെ 500 പാർട്ടിൽ ഓക്സിജൻ ആയിരിക്കും. ഇവിടെ ബൈ മാസാണ് മാസ്, ബൈ വോള്യാണ് വോള്യം, അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസുകളാണ്. മാസ് ബൈ മാസ്, വോള്യം ബൈ വോള്യം, ആൻഡ് മാസ് ബൈ വോള്യം, ആൻഡ് പാർട്സ് പെർ മില്യൺ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചാമത്തെ കോൺസെൻട്രേഷൻ ടേമാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് കൈ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. കൈ എക്സ് പോലെ ഇരിക്കും. ഇനി എന്താണ് മോൾ ഫ്രാക്ഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ദ മോൾസ് ഓഫ് എ സൊല്യൂട്ട് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് പ്രസന്റ് ഇൻ 1 mole ഓഫ് സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷനിലുള്ള എല്ലാ കമ്പോണൻസുകളുടെയും നമ്പർ ഓഫ് മോൾസിന്റെ സമ്മ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ഇൻ ദ സൊല്യൂഷൻ upon number of moles of the component. Say for example, mole fraction of solute ആണെങ്കിൽ is equal to number of moles of solute divided by total number of moles of solute and solvent. Okay, ഇതിനൊരു mathematical form ഇങ്ങനെ എഴുതാം. Chi A is equal to, suppose A is one of the component in the solution, chi A is equal to number of moles of A divided by number of moles of A plus number of moles of B. And similarly, chi B is equal to number of moles of B divided by number of moles of A plus number of moles of B. And ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മറ്റൊരു റിലേഷൻ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ കമ്പോണൻസുകളുടെ എല്ലാം കൂടെ ഫ്രാക്ഷൻസിന്റെ സം എന്ന് പറയുന്നത് ഇപ്പോഴും 1 ആയിരിക്കും. ദാറ്റ് ഈസ് chi A plus chi B is equal to 1. അതുകൊണ്ട് തന്നെ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻസ് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് കമ്പോണന്റിന്റെയും കൂടെ മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പോകണ്ട. പകരം ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഫോർമുല chi A plus chi B is equal to 1 എന്നുള്ള ഫോർമുലയിൽ ആ കിട്ടിയ മോൾ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് രണ്ടാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ
കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ആണ്. മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ, ഓക്കെ, മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് it represents the number of moles of solute present in 1 liter of solution. അപ്പോൾ മൊളാരിറ്റി സാധാരണ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ പേരിൽ മാത്രമാണ്, സോളിഡ് ഏരിയ നമ്മൾ പറയാറില്ല. അതായത് ഒരു സൊല്യൂഷൻ 1 ലിറ്റർ എടുത്താൽ ആ സൊല്യൂഷനകത്ത് 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര മോൾ സൊല്യൂട്ട് ഉണ്ടാകും എന്ന് പറയുന്നതിനെയാണ് ആ സൊല്യൂഷന് മൊളാരിറ്റി എന്ന് പറയുന്നത്. It is defined as the number of moles of solute present in 1 liter of solution. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫോമിൽ നമുക്ക് ഇങ്ങനെ പറയാം, മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് മോൾ ഡിവൈഡഡ് ബൈ ലിറ്റർ. മോൾ ലിറ്റർ ഈസ് ടു -1 ഓർ ഇതിനെ ചുരുക്കി നമുക്ക് മോളാർ എന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0.5 മോൾ ലിറ്റർ ഈസ് ടു -1 സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 0.5 മോൾ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ആ പറഞ്ഞ സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ 1 ലിറ്റർ എടുത്താൽ 1 ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് ഈ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ 1 ലിറ്റർ എടുത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനകത്ത് 0.5 മോൾ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതാണ് മൊളാരിറ്റിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് മോൾസ്, ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം 2 മോളാർ NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞാലോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഒരു 1 ലിറ്റർ എടുത്ത് വെക്കുന്നു. ഏത് സൊല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞോട്ടെ, ആ സൊല്യൂഷൻ ഒരു 1 ലിറ്റർ എടുത്ത് വെക്കുന്നു. അതിനകത്ത് ആ 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ 2 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 മോൾ ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 0.5 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.5 മോൾ ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊളാരിറ്റിയിൽ വോളിയം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇൻവോൾവ് ആയതുകൊണ്ട് ഇതൊരു വോളിയം ഫാക്ടറാണ്. വോളിയം ഫാക്ടർ ആയതുകൊണ്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യും. സോ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ +1 +2 ക്ലാസ്സുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.